നമസ്കാരം. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ അന്നൊന്നും കാണാത്ത ഒരു നിർണായക ചുവടുവെപ്പ് മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. അതും ആയുധ മേഖലകളിൽ. നിർണായക മാറ്റമാണ് മോദി സർക്കാർ ഈ ആയുധ മേഖലയിൽ ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഓരോ തവണയും ആയുധ മേഖലകളിലേക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവിടുന്നത്. കൂടാതെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ തന്നെ ഒട്ടനവധി ആയുധങ്ങൾ ഭാരതം നിർമ്മിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഘടിപ്പിച്ച വിമാനങ്ങൾ അത് വാങ്ങാനുള്ള പദ്ധതിക്കാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിതല സമിതി കഴിഞ്ഞ ദിവസമാണ് പരാതിക്ക് അംഗീകാരം നൽകിയത്. 6 എയർബസ് വിമാനത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അവാക്സ് സംവിധാനത്തെ ഘടിപ്പിക്കുക. നേത്ര മാർക്ക് 2 എയർബസിന്റെ A321 വിമാനത്തിലാണ് ഇന്ത്യയുടെ അവാക്സ് സംവിധാനം ഘടിപ്പിക്കുന്നത്. 19,000 കോടി രൂപയുടേതാകും ഇടപാട്. 6 വിമാനങ്ങൾ 2033 സേനയുടെ ഭാഗമാകും. നേരത്തെ മാർച്ചിൽ നേത്ര മാർക്ക് 1A അവാക്സ് സംവിധാനം ഘടിപ്പിച്ച വിമാനങ്ങൾ വാങ്ങാൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. നേത്ര മാർക്ക് 1A സംവിധാനം ബ്രസീലിന്റെ എംബ്രയർ EMB 145 വിമാനത്തിലാണ് ഘടിപ്പിക്കുക. പുതിയ 6 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ആകാശ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടും. നിലവിൽ നേത്ര മാർക്ക് 1A സംവിധാനമുള്ള 3 EMB 145 വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊപ്പം ഇസ്രയേലിന്റെ ഫാൽക്കൺ അവാക്സ് സംവിധാനം ഘടിപ്പിച്ച 3 ഇല്യൂഷൻ IL-76 വിമാനങ്ങളും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നേത്ര മാർക്ക് 1A വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് വികസിപ്പിച്ചത്. 240 ഡിഗ്രി റഡാർ നിരീക്ഷണമാണ് ഉറപ്പു നൽകുന്നത്. എന്നാൽ കൂടുതൽ പരിഷ്കരിച്ച മാർക്ക് 2 സംവിധാനം വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനം. ഇതിന് 300 ഡിഗ്രി റഡാർ നിരീക്ഷണം നടത്താൻ സാധിക്കും. ഗാലിയം നൈട്രൈഡ് അടിസ്ഥാനമാക്കിയ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ, അതോടൊപ്പം തന്നെ ഡോർസൽ ആന്റീന, നോസ് മൗണ്ട്സ് ആന്റീന എന്നിവ ഉൾപ്പെടുന്ന വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനമാണ് നേത്ര മാർക്ക് 2. നേരത്തെ എയർ ഇന്ത്യ ഉപയോഗിച്ചിരുന്ന 6 എയർബസ് A321 വിമാനങ്ങൾ പരിഷ്കരിച്ചാണ് നേത്ര അവാക്സ് വിമാനമായി മാറ്റുന്നത്. ഇതിനായി എയർബസ് വിമാനങ്ങൾ സ്പെയിനിൽ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രാ വിമാനങ്ങളുടെ സംവിധാനങ്ങളൊക്കെ മാറ്റി ഒരു സൈനിക ഉപയോഗത്തിന് അനുസരിച്ചുള്ള എയർ ഫ്രെയിം പരിഷ്കാരങ്ങളും അതോടൊപ്പം തന്നെ ഏവിയോണിക്സ് പരിഷ്കാരങ്ങളുമൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്സിലറി പവർ യൂണിറ്റ്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. ഉടൻ തന്നെ ഈ വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറുന്നതുമാണ്. തുടർന്ന് DRDOയുടെ നേതൃത്വത്തിൽ ഇവയിൽ തദ്ദേശീയ സംവിധാനങ്ങൾ ഘടിപ്പിക്കും. നേത്ര അവാക്സ് സംവിധാനത്തെ സഹായിക്കുന്ന ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷർ, റഡാർ വാർണിംഗ് റിസീവർ, അവാക്സ് വിമാനങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള കൗണ്ടർ മെഷർ ഡിസ്പെൻസിംഗ് സിസ്റ്റം, സാറ്റ്കോം കമ്മ്യൂണിക്കേഷൻ സംവിധാനം എന്നിവയൊക്കെയാണ് വിമാനങ്ങളിൽ ഘടിപ്പിക്കുക. DRDO വികസിപ്പിച്ച നേത്ര വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനത്തിന് താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയ്ക്ക് പുറമെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ എന്നിവ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും. ഒരു പറക്കുന്ന കമാൻഡ് സെന്റർ പോലെയാകും നേത്ര പ്രവർത്തിക്കുക. നിലവിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സേനയുടെ പക്കലില്ല. 2019 ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷമുണ്ടായ പാകിസ്ഥാനുമായി നടത്തിയ സംഘർഷത്തിലാണ് ഇന്ത്യ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് പാകിസ്ഥാന്റെ പക്കൽ 13 അവാക്സ് വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് വെറും 6 വിമാനങ്ങളും. ഈ പ്രതിസന്ധി ഇനി ആവർത്തിക്കാതിരിക്കുക എന്നതാണ് പുതിയ തീരുമാനത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ചൈന വിന്യസിച്ചിരിക്കുന്നത് 30 അവാക്സ് വിമാനങ്ങളാണ്. ഇന്ത്യയുടെ വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ശേഷിയും എണ്ണവും വർദ്ധിപ്പിക്കേണ്ടത് ഇത് അത്യന്താപേക്ഷിതമാകുന്നു. ഇന്ത്യയുടെ നേത്ര മാർക്ക് 2വിന് 300 ഡിഗ്രി ചുറ്റളവിൽ 500 കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും. ഇവയെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണത്തിന് സജ്ജമാക്കാനും സൈന്യത്തിന് സമയം കൂടുതൽ ലഭിക്കുമെന്നാണ് നേത്രയുടെ ഒരു മേന്മ. നേത്രയുടെ കാര്യക്ഷമത ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ പരിഷ്കരിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തതാണ്. 6 നേത്ര മാർക്ക് 2 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനമുള്ള അവാക്സ് വിമാനങ്ങളുടെ എണ്ണം 12 വരും. ഇതിനൊപ്പം ഇസ്രയേലിന്റെ 3 അവാക്സ് സംവിധാനങ്ങൾ കൂടി ചേരുമ്പോൾ എണ്ണം 15 ആകും.
ചൈന പാക് നിരീക്ഷണത്തിനുള്ള കൃത്യമായ മറുപടിയാകും ഉണ്ടാവുക. ഇതിനു പുറമെ 360 ഡിഗ്രിയിൽ നിരീക്ഷണം സാധ്യമാക്കുന്ന നേത്രയുടെ മാർക്ക് 3 പതിപ്പ് വികസന ഘട്ടത്തിലാണ്. ഇതുകൂടി യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്ക് അവാക് സംവിധാനങ്ങളുടെ കാര്യത്തിലുള്ള വിദേശ ഒരു ആശ്രിതത്വം പൂർണ്ണമായും ഒഴിവാക്കാനാകും എന്നതാണ് യാഥാർത്ഥ്യം. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇനി ഓരോ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതും യുദ്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതുമൊക്കെ ഒഴിവാക്കി മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ എല്ലാം തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.